വിച്ച്ക്രാഫ്റ്റ് ആൻഡ് മാജിക് മ്യൂസിയത്തിൽ വീഡിയോ റെക്കോർഡിംഗ് അലൗഡ് ആയിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് വീഡിയോസൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ബട്ട് അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഒരു 45 മിനിറ്റ്സോളം അവിടെ സ്പെൻഡ് ചെയ്തു. ഒരുപാട് കാണാനുണ്ടായിരുന്നു, ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. ആൻഡ് കോർണിഷ് ആൻഡ് ഐറിഷ് ആളുകൾ ഒരു 90%, ഒരു 85 to 90% ആളുകളും പ്രാക്ടീസിങ് വിച്ചസ് ആൻഡ് വിസാർഡ്സ് ആണ്. ഗുഡ് മോർണിംഗ്. സോ ദിസ് ഇസ് ദ നെക്സ്റ്റ് ഡേ, സൺഡേ ആണ്. നമ്മൾ ഇന്ന് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പം ഞാൻ വിചാരിച്ചു അതിന് മുന്നേ ഈ കോട്ടേജ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. സോ ഇന്നലെ കാണിച്ച പോലെ അതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഓണറിൻ്റെ വീട്. ആ പിന്നിൽ കാണുന്നത് ഇതൊക്കെ അവരുടെ പ്രോപ്പർട്ടീസാണ്. അവിടേക്കൊക്കെ നല്ലത്, അത് ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. സോ ഇതാണ് നമ്മുടെ എയർബിഎൻബിയുടെ ഫ്രണ്ട് വേഷം. സോ നമ്മൾ അകത്തേക്ക് കയറാം. സോ ഇത് ഞങ്ങൾക്കൊരു ഡോക്യുമെന്റേഷനും കൂടെ ആണ് അല്ലേ, നമ്മളിവിടെ കുറെ നാൾ കഴിയുമ്പോൾ ഇവിടെ താമസിച്ചത് എന്നുള്ളത് അറിയാൻ വേണ്ടി. സോ ഇതാണ് കയറി വരുമ്പോൾ ഉള്ള സ്ഥലം. ഇതൊരു എന്താ പറയാ, കളിക്കാൻ പൂൾ ടേബിളും പിന്നെ അവിടെ ഒരു ട്രെഡ്മില്ലുണ്ട്. നമുക്ക് ഗെയിംസും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുള്ള ഒരു കോമൺ ഏരിയ ആണിത്. ആക്ച്വലി ഇവിടെ ഒരു കോട്ടേജേ ഉള്ളൂ. സോ സോറി അതല്ല ഇതാണ് നമ്മൾ കയറുന്നത്. അതെന്താണെന്ന് അറിയില്ല. എനിക്കോട് ഗരാജിലോട്ടുള്ള വഴിയാന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ മുകളിലേക്ക് കയറുന്നത്. ഇതൊരു ലോഫ്റ്റ് ബെഡ്റൂം ആണ്. സോ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സംഭവിച്ചത് എല്ലാവർക്കും തലയിടിക്കലായിരുന്നു, ഈവൻ പൊക്കമില്ലാത്ത എനിക്ക് പോലും. സോ ഇതാണ് കയറി വരുമ്പോൾ. ഇത് ആക്ച്വലി ലിവിങ് ഏരിയ ആണ്, ലിവിങ് കം കിച്ചൺ ആണ്. ബട്ട് ഇവിടെ ഒരു ഡബിൾ ബെഡ് ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു കൗച്ച് ഉണ്ട്. അവിടെ ഒരു TV, ഒരു ഡൈനിങ് ഏരിയ ആൻഡ് ദെൻ എ കിച്ചൺ.
സ്മോൾ ആൻഡ് കോമ്പാക്ട് കിച്ചണുണ്ട്. എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളുണ്ട്. ഡിഷ് വാഷർ ഉണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ലൈറ്റ് ഉണ്ടോ? കുഴപ്പമില്ല. ഇവിടേക്ക് വരുമ്പം ഈ സൈഡിലായിട്ട് തന്നെ ഒരു ബാത്റൂം ഉണ്ട്. എ സ്മോൾ ബട്ട് വെരി കൺവീനിയൻറ്റ് വാഷ്റൂം. നമ്മളിതെല്ലാം യൂസ് ചെയ്തതുകൊണ്ട് കുറച്ച് അലമ്പായിട്ടുണ്ട്, പക്ഷെ കിട്ടിയപ്പോൾ നല്ലതായിരുന്നു. പിന്നെ ഇനിയാണ് ബെഡ്റൂം. ആക്ച്വലി ഞങ്ങൾ 2 days ഇവിടെയാണ് കിടന്നത്. ഇതാണ് ഞങ്ങളുടെ ഈ കോട്ടേജിലെ റൂം. ഇത് ലോഫ്റ്റാണ്, അതുകൊണ്ട് 2 സൈഡും സ്ലാൻഡിങ് ആണ്. അതുകൊണ്ട് കുറേ പ്രാവശ്യം നല്ല ഇടിച്ചു. ബട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. നല്ല സ്റ്റേ ആയിരുന്നു അല്ലേ? നല്ല ബെഡ്, എല്ലാം അടിപൊളിയായിരുന്നു അല്ലേ? സോ ദിസ് ഇസ് ദ കോട്ടേജ്. എല്ലാം ലൈറ്റ് ഓഫ് ചെയ്യണം. ബാത്റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്യണം. ആ വള്ളി പോലെ കഴിഞ്ഞു. അപ്പം ഇതാണ് എയർബിഎൻബി വ്ലോഗ്. ആക്ച്വലി ഇവിടെ അവസാനിക്കായിരിക്കും. കാരണം ഞങ്ങൾ ഇനിയിപ്പോൾ ഞങ്ങൾക്കൊരു ഒരു സ്പോട്ടും കൂടെ ഉണ്ട് പ്ലാനില്. അത് കഴിഞ്ഞിട്ട് നേരെ വീട് പിടിക്കണം. നാളെ ജോലിയുണ്ട്. ഞങ്ങളുടെ കോട്ടേജിന്റെ തൊട്ട് പുറത്തായിട്ട് ഒരു റൂയിൻസ് ഉണ്ട്. സോ കോട്ടേജ് ഇതാണ്. ട്രെൻ വിത്ത് കണ്ടോ? സോ ഇവിടെ ഒരു റൂയിൻസ് ഉണ്ട്. സോ മോർണിംഗ് ഞാനായിരുന്നു ഇവിടെ ഒരു വാക്കിന് പോയിട്ടുണ്ടായിരുന്നു. സോ അവർ അതൊരു വാട്ടർ പമ്പിങ് ഹൗസാണ്. കണ്ടോ? ഇത് 150 meters ഡെപ്ത് ഉള്ള, കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ഫോൺ താഴെയിടാൻ പറ്റില്ല, എൻ്റെ പോലും അല്ല. You could see 1879 ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്.